ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഞാൻ രമ്യ. നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശശി തരൂർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? വൈ ഭാരത് മാറ്റേഴ്സ്. അത് എഴുതിയതാരായിരുന്നു? എസ് ജയശങ്കർ. ഇത് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം എഴുതിയതാരാണ്? ശശി തരൂർ. 2024 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യമായിട്ടാണ്? നേപ്പാൾ. 2024 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ടത്? നേപ്പാൾ. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നും കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടി ടെറാമാരിസ്. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നും കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടി ഏതാ? ടെറാമാരിസ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 20 അഥവാ ജിസാറ്റ് N2 എന്നും പറയും. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 20 അല്ലെങ്കിൽ ജിസാറ്റ് N2. നിർമ്മാണം ആരായിരുന്നു? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആണ്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ജിസാറ്റിന്റെ വിക്ഷേപണം. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ജിസാറ്റ് 20 എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 20. നിർമ്മാണം ആരാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ജിസാറ്റിന്റെ വിക്ഷേപണം. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ജിസാറ്റ് വിക്ഷേപിച്ചത്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാ? പ്രൊഫസർ BR കാംബോജ്. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് വരുന്നത് എവിടാ? ആഴക്കുളം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് വരുന്നത് ആഴാക്കുളം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപ നാണയം പുറത്തിറക്കിയത്? മീരാഭായ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ചത് കാന്തള്ളൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആരാ? ജിതേഷ് ജി ആണ്. 2 ചോദ്യമുണ്ട് അതിനകത്ത്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ചത് കാന്തള്ളൂരിന്. അതിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജിതേഷ് ജി. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടാണ്? USA വെസ്റ്റ് ഇൻഡീസുമാണ്. USA വെസ്റ്റ് ഇൻഡീസ്. വിജയിച്ചതാരാ? ഇന്ത്യ. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല വയനാടാണ്. വയനാട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി പറയാം. കേരളത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന ജില്ല ആലപ്പുഴ. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം ശശി തരൂർ.
2024 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ടത്? നേപ്പാൾ. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നും കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടി ടെറാമാരിസ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 20. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് വരുന്നത് ആഴാക്കുളം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തള്ളൂരിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA വെസ്റ്റ് ഇൻഡീസ്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല വയനാട്. നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടാ? UK-യിലാണ്. അങ്ങനെ തന്നെ ചോദിക്കും, മാസം പറഞ്ഞിട്ട് ആ കൊടുങ്കാറ്റിന്റെ പേരും തന്നിട്ട് അത് എവിടാ വീശിയെന്ന്. അപ്പൊ ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK. 36ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ പേരെന്താ? പ്രേരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രേരണ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാ? PK വീരമണി ദാസൻ, തമിഴ് ഗായകനാണ്. 2023 ആർക്കാ കിട്ടിയേ? ശ്രീകുമാരൻ തമ്പിക്ക്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസൻ. 2023 കൂടി ഓർത്തു വെച്ചേരെ ശ്രീകുമാരൻ തമ്പി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂരാണ്. അതിന് വേദിയായത് എവിടാ? കൊല്ലമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂർ. വേദി കൊല്ലം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത്. നല്ലൊരു ക്വസ്റ്റ്യനാ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത്. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഫസ്റ്റ് ആരാ? അമേരിക്ക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK. 36ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രേരണ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂർ. വേദി കൊല്ലം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത്. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഫസ്റ്റ് അമേരിക്ക. അപ്പൊ ഇത്രയും ഒന്നുകൂടി നല്ലപോലെ കേൾക്കുക, ക്ലാസ് വെച്ച് തന്നെ പഠിക്കുക. നന്ദി. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.